ഹായ് മക്കളെ, അമീൻ സാറാണ്. തീർച്ചയായിട്ടും എല്ലാ മക്കളും ഓണാഘോഷത്തിലായിരിക്കും. അഡ്വാൻസ് ഹാപ്പി ഓണം നൽകുകയാണ്. സോ നിങ്ങൾ തമ്മിലേയും കണ്ടതുപോലെ ഇങ്ങനെ പഠിച്ചാൽ എൻ്റെ മക്കൾ ക്രിസ്മസ് എക്സാം അടിപൊളിയായിരിക്കും. ഒരു പക്ഷേ ഇപ്പോൾ ചർച്ച അത് തന്നെയാണ്, ഓൺ എക്സാം എങ്ങനെയുണ്ടായിരുന്നു, ഇനി ക്രിസ്മസ് എക്സാം എങ്ങനെയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് പറയാൻ തന്നെയാണ് ഇന്നിങ്ങോട്ട് വന്നിരിക്കുന്നത്. മക്കളെ, ആദ്യത്തെ ചോദ്യം, ഈ പ്രാവശ്യത്തെ ഓൺ എക്സാം ഉണ്ടായിരുന്നു? എല്ലാവർക്കും കമൻറ്റ് ചെയ്യാൻ ഒറ്റ കാര്യം ഉണ്ടാവുള്ളൂ, എക്സാം ടഫായിരുന്നു, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പോലും മനസ്സിലായിട്ടില്ല. ആ അവസ്ഥയിലായിരിക്കും മക്കൾ പറഞ്ഞിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ട് 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് വന്ന മക്കളാണ്. പ്രത്യേകിച്ച് ലാംഗ്വേജുകൾ, ഹിന്ദി, ഇംഗ്ലീഷ് പോലെ സബ്ജക്റ്റുകൾ കുറച്ചും കൂടി ടഫായിരിക്കും. കാരണം ആരും വായിച്ചു തരാനോ ഒന്നുമില്ല, ഒറ്റയ്ക്ക് വായിച്ചാൽ എൻ്റെ മക്കൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇനി ക്രിസ്മസ് എക്സാമിന് എന്ത് ചെയ്യും? അതാണ് നമ്മളുടെ ഇത്. ഓൺ എക്സാം കഴിഞ്ഞു, പോട്ടെ, അത് കഴിഞ്ഞു. എന്തായാലും മക്കൾക്ക് ലിബറലായിട്ട് മാർക്ക് കാര്യങ്ങളൊക്കെ മാഷുമാരിട്ടരും, പ്രശ്നമില്ല. എവിടെയാണ് മാർക്ക് പോയത് എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. പക്ഷേ അതേപോലെയല്ല ഇനിയുള്ള ക്രിസ്മസ് എക്സാം. അത് നമുക്ക് അടിപൊളിയാക്കി മാറ്റണം. ക്രിസ്മസ് എക്സാമിന് എങ്ങനെ പഠിച്ചാൽ എൻ്റെ മക്കൾ മാർക്ക് വാങ്ങി തരുന്നല്ലേ? മക്കളെ, 3 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ 3 രീതി പഠിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ എൻ്റെ മക്കൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. മക്കളെ, എക്സാമിന് മാർക്ക് പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരും ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരിക. മക്കളെ, മനസ്സിലാക്കി വെക്കാം, ഈ ഓൺ എക്സാം നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ പ്രശ്നം ഏറ്റവും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നതാണ്. പ്രത്യേകിച്ച് മാത്സിലൊക്കെ പ്രസ്താവന ടൈപ്പ് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് വന്നതോടെ നമുക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടിയിട്ടില്ല. രണ്ടാമതൊരു കാര്യം, ആൻസേഴ്സ് സിമ്പിളാണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണോ വന്നത് അതൊന്ന് വളച്ചൊടിച്ച് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആകെ പ്രശ്നം പറ്റി. ഇത് രണ്ടും അടിപൊളിയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് രണ്ടും നമ്മൾ ടാക്കിൾ ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. മക്കളെ, ക്രിസ്മസ് എക്സാം നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഒന്നാമത്തെ കാര്യം, ഈ ഓൺ എക്സാമിന് നമുക്ക് 4 മാസം കൊണ്ട് 2.5 ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ഇനിയുള്ളത് ക്രിസ്മസ് എക്സാമിന് നമുക്ക് 2.5 മാസം കൊണ്ട് പഠിക്കാനുള്ളത് 4 5 ചാപ്റ്ററുകളാണ്. അത് നമുക്ക് അടിപൊളിയാക്കണം. ആ സമയത്ത് NMS വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഒന്നാമത് ചെയ്യേണ്ടത് നിങ്ങളെ കാര്യമാണ്, കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടാക്കിയാൽ എൻ്റെ മക്കൾ കൃത്യമായിട്ട് മാർക്കാകും. ഓരോ ദിവസം എത്ര ചാപ്റ്റർ പഠിക്കണം, ഏത് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യണം, ഈ പ്ലാൻ എൻ്റെ മക്കൾ ഉണ്ടാക്കിയോ നിങ്ങൾ സെറ്റപ്പ് ആക്കും. അപ്പോൾ പ്ലാൻ എവിടെയെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇനി പഠിക്കാൻ പോകുന്നത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആർട്സും സ്പോർട്സും അതേപോലെ തന്നെ നിങ്ങൾക്ക് NMS എക്സാമും അതേപോലെ SS സ്കോളർഷിപ്പ് എക്സാമിനേഷൻ, ഒരുപാട് എക്സാമുകൾ ഇനി മുന്നിലേക്ക് വരാൻ പോവാണ്. ആ സമയത്ത് ഇനിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ആ ചാപ്റ്റേഴ്സ് ഷോർട്ട് നോട്ട് ആക്കണം. ആ ഷോർട്ട് നോട്ട് കൃത്യമായിട്ട് കയ്യിലുണ്ടെങ്കിൽ ഏത് എക്സാം വരട്ടെ, ക്രിസ്മസ് എക്സാം ആട്ടെ, നമുക്ക് പുഷ്പം പോലെ മാർക്ക് വാങ്ങാൻ പറ്റും. മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി ഏത് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാലോ ആ ചാപ്റ്ററിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒരു 20 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാലേ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം നല്ല മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻസ് എവിടെയല്ലേ മക്കളെ? ഈ 3നും ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഞങ്ങൾ എപ്പോഴും പറഞ്ഞതാണ് നമ്മളെ യോദ്ധാ ബാച്ച്. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഇല്ലാത്തതാണ് പ്രശ്നം. നമ്മൾ പഠിക്കാമെന്ന് പറയുന്നുണ്ടാവും, പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. അത് കൃത്യമായിട്ട് പ്ലാൻ നമ്മളെ യോദ്ധാ ബാച്ച് നൽകുന്നുണ്ട്. മാത്രമല്ല ഏത് ചാപ്റ്ററിന് സ്ലൈഡും എൻ്റെ മക്കൾ നൽകുന്നുണ്ട്. ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് അല്ലേ, അത് യോദ്ധാ ബാച്ച് നൽകുന്നുണ്ട്. ഇത് 3 എൻ്റെ മക്കളുണ്ടോ ഉറപ്പിച്ചോ, ഈ പ്രാവശ്യം NMSഉം ക്രിസ്മസ് എക്സാമിലെ മാർക്കും എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ എൻ്റെ മക്കളെ മറക്കണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്തോ, നമുക്ക് അടിപൊളിയായി പഠിക്കാം. ഒരു ഉറപ്പ് ഞാൻ നൽകുകയാണ്, നിങ്ങൾ ഈ 3ഉം ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ക്രിസ്മസ് എക്സാമിൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടുക, നിങ്ങൾക്ക് തന്നെയായിരിക്കും NMS കിട്ടുക. വെൽക്കം ടു യോദ്ധാ ഫാമിലി.